ഹായ് മച്ചാന്മാരെ, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ് A02s എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയും പൊട്ടി, അതുപോലെ തന്നെ ദാണ്ടെ ബാക്കിൽ ക്യാമറ ഗ്ലാസും പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാമറ ഗ്ലാസ് മാറുകയാണ്, ഡിസ്പ്ലേയും മാറാൻ പോവുകയാണ്. ക്യാമറ ഗ്ലാസ് കിട്ടുമോ എന്ന് സംശയമുള്ളവർക്ക് ക്യാമറ ഗ്ലാസ് കിട്ടുന്നുണ്ട് മച്ചാനെ. എല്ലാ മോഡൽസിനും കിട്ടുന്നുണ്ട്, പക്ഷേ ചില മോഡൽസ് കിട്ടുന്നില്ല, അതുള്ളത് തന്നെയാണ്. പക്ഷേ സാംസങ്ങിൻ്റെ ഏകദേശമുള്ള എല്ലാ മോഡൽസും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സിം ട്രേ ഇളക്കിയിട്ടുണ്ട് മച്ചാനെ. അടുത്തിനി നമ്മൾ ബാക്ക് പാനൽ ഇളക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ബാക്ക് പാനൽ ഇളക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ്. അതുപോലെ ഡിസ്പ്ലേ മാറുന്നതും അത്ര നമുക്ക് പാടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ട് തന്നെ മാറാൻ പറ്റും. അപ്പോൾ ബാക്ക് പാനൽ ഞാൻ നഖം വെച്ച് തന്നെ തെക്കുകയാണ്. ചെറിയൊരു പിടുത്തമുണ്ട് മച്ചാന്. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ വന്നു. നിങ്ങൾക്ക് നഖം വെച്ച് ഇളക്കാൻ പാടാണെങ്കിൽ ഓപ്പണർ തന്നെ യൂസ് ചെയ്യുക, പ്ലാസ്റ്റിക് ഓപ്പണർ തന്നെ യൂസ് ചെയ്യുക. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ബാക്ക് പാനലാണ്. ഓക്കെ മച്ചാനെ, അപ്പോൾ നമ്മളതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ മുകളിൽ മദർ ബോർഡ് സെക്ഷൻ ഇളക്കേണ്ടി വരും, അതുപോലെ തന്നെ റിങ്ങർ സെക്ഷൻ ഇളക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേക്കകത്താണ് ചാർജിങ് സ്ട്രിപ്പ് വരുന്നത്. സോ രണ്ട് സൈഡ് ഇളക്കാൻ പോവാണ്. ഒരുപാട് മച്ചാന്മാർ വീഡിയോസ് കണ്ട് തന്നെയാണ് ഡിസ്പ്ലേയും ബാക്കിയുള്ള സ്പെയറൊക്കെ മാറുന്നത്. അങ്ങനെയുള്ള മച്ചാന്മാർ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാലേ ഓരോ സ്റ്റെപ്പ് ഞങ്ങൾക്ക് മനസ്സിലാവും. പഠിച്ചവർ അവർക്ക് അറിയാം എങ്ങനെയൊക്കെ ഇളക്കണം എന്നുള്ളത്. പക്ഷേ വീഡിയോ ഒക്കെ കണ്ട്, അതായത് പഠിക്കാൻ പറ്റാതെ, പൈസ അടയ്ക്കാൻ പറ്റാതെ അങ്ങനെയുള്ള കുറേ മച്ചാന്മാരുണ്ട്. അവർ ഈ വീഡിയോസൊക്കെ കണ്ട് ഏകദേശം വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന മച്ചാന്മാർ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കറക്റ്റായിട്ട് കാണുക, എന്നാലേ അടുത്തടുത്ത് എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ മേളിലത്തെ സെക്ഷൻ, അതായത് മദർ ബോർഡ് സെക്ഷനിലുള്ള സ്ക്രൂ എല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രൂ ഇളക്കുന്ന സ്ക്രൂകൾ കറക്റ്റായിട്ട് തന്നെ മാറ്റി വയ്ക്കുക. കാരണം നമ്മളൊരു സെറ്റ് ഇളക്കി കഴിഞ്ഞാൽ ചിലർ തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 2-3 സ്ക്രൂ ഒന്നും വിടത്തില്ല. ചിലർ മൊത്തത്തിൽ സ്ക്രൂ ഇടല്ല, ലോക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് നമ്മൾ ഇളക്കുന്ന സ്ക്രൂ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. സോ അതുകൊണ്ട് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ മദർ ബോർഡ് സെക്ഷനിലുള്ള സ്ക്രൂ എല്ലാം ഇളക്കി. ഓക്കെ, നമ്മൾ മദർ ബോർഡ് സെക്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്യാമറ ഗ്ലാസ് മാറണം, എന്നാൽ ആ പീസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറ ഗ്ലാസ് മാറാം. അടുത്ത് ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ട്രിപ്പും കൂടി റിമൂവ് ചെയ്യണം. അത് താഴെ റിങ്ങർ സെക്ഷനിലാണ്. അവിടെയാണ് ചാർജിങ്ങിൻ്റെ സ്ട്രിപ്പ് വരുന്നത്. അത് ഡിസ്പ്ലേയിലാണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ താഴെയുള്ള റിങ്ങർ സെക്ഷൻ ഇളക്കണം. ഈ ക്യാമറയിൽ ആ പൊട്ടലുള്ളതുകൊണ്ട് അവിടെ എല്ലാം പൊടി പറ്റിയിരിക്കുകയാണ്, അതെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ താഴെ നമുക്ക് ആ CC ബോർഡ് സെക്ഷൻ ഇളക്കണം. അപ്പോൾ നമ്മൾ റിങ്ങർ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അടുത്ത് ഇതാണ്ട് CC ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിപ്പ് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ആ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കി മാറ്റണം. അപ്പോൾ ഡിസ്പ്ലേ ഇളക്കാനായിട്ട് ഞാൻ ബ്ലോവറിന് ഡിസ്പ്ലേയുടെ 4 സൈഡിലും ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ഹീറ്റ് കൊടുത്താലേ ഇളകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ചിലർ കമൻറ്റിൽ പറയുന്നുണ്ട് ഹീറ്റ് കൊടുക്കാതെ ഇളക്കാൻ വെച്ചാൽ, പക്ഷേ ഇച്ചിരി പാടുപെടേണ്ടി വരും. അതുകൊണ്ടാണ് ഹീറ്റ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഗം റിമൂവർ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഗം റിമൂവർ ഉപയോഗിക്കുന്നെങ്കിൽ അതും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്ത് വേണമെങ്കിലും ഇളക്കാം, പക്ഷേ ക്ലിയർ ആയിട്ട് ഇളക്കിയെടുക്കുക. ഫ്രെയിമിനൊന്നും ഡാമേജ് വരാതെ, അത്രയേ ഉള്ളൂ. ഹീറ്റ് ചെയ്യുന്നവർ ഹീറ്റ് ചെയ്ത് ഇളക്കുക, ഗം റിമൂവർ ഉപയോഗിക്കുന്നവർ ഗം റിമൂവർ ഉപയോഗിക്കുക. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ കുത്തി ഇളക്കുന്നെങ്കിൽ കുത്തി ഇളക്കാം, പക്ഷേ ക്ലിയർ ആയിട്ട് ഇളക്കുക. ഇപ്പോൾ ഞാനിവിടെ ഹീറ്റ് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് കൊടുത്തിട്ട് ഒരു സൈഡിൽ ഇരുന്നും പയ്യെ തിക്കി ഇളക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ട്യൂസർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഓപ്പണേഴ്സ് അല്ലാതെ ടെമ്പേറിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ത് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. പക്ഷേ ക്ലിയർ ആയിട്ട് ഇളക്കണം എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അതാണ്ട് ട്യൂസർ വെച്ചിട്ട് ഒന്ന് കുത്തി മുകളിലോട്ട് പൊക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ടെമ്പേറിനകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റോ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് കറക്കി എടുക്കത്തേ ഉള്ളൂ. ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കുക, അതായിരിക്കും നല്ലത്. അടിഭാഗത്ത് ഏറ്റവും അടിയിലുള്ള ലെയറുമായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഡിസ്പ്ലേ, അല്ലെങ്കിൽ പകുതി ലെയറിലും കയറി വരും. ഓക്കെ, കിട്ടി.
നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ട്യൂസർ വെച്ച് തന്നെ ഞാൻ ഇളക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ട്യൂസർ ഉപയോഗിച്ചാലും ഞാൻ പറഞ്ഞ പോലെ എന്ത് യൂസ് ചെയ്താലും യാതൊരു വിഷയവുമില്ല. ക്ലിയറായിട്ട് അങ്ങ് ഇളക്കി എടുക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രെയിമിന് ഡാമേജ് വരാൻ നോക്കണം. കാരണം നമ്മൾ പുതിയ ഡിസ്പ്ലേ ഒട്ടിക്കുന്നത് ഫ്രെയിമിൽ ക്ലിയറായിട്ട് ഇരുത്തണം. അതുകൊണ്ട് ഫ്രെയിമിൽ ഒരു ഡാമേജും വരരുത്. അതനുസരിച്ച് നിങ്ങൾ നൈസിന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇളകി വന്നിട്ടുണ്ട്. അടിഭാഗത്തൊരു ചെറിയ പിടിത്തമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുത്തിട്ട് വലിച്ചിങ്ങ് എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ വലിച്ചങ്ങ് ഇളക്കുകയാണ്. സ്ട്രിപ്പുകൾ കറക്റ്റായിട്ട് എടുക്കുക. ഡിസ്പ്ലേ പൊട്ടിയ ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്കൊന്നും നോക്കാനില്ല. അതിനി പൊട്ടിയാലും ചന്നാപിന്നയായാലും സ്ട്രിപ്പ് കീറിപ്പോയാലും നമുക്ക് യാതൊരു വിഷയമില്ല. കാരണം നമ്മൾ പുതിയത് വയ്ക്കാൻ പോവില്ല. അപ്പോൾ നമ്മൾ കൂടുതലും കെയർ ചെയ്ത് ഇളക്കേണ്ട ഒരു കാര്യവുമില്ല. ചിലർ പറയും അത് നൈസിന് ഇളക്കണോ അങ്ങനെ. ഇപ്പോൾ ഞാനും വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പൊട്ടിയ ഡിസ്പ്ലേ നമുക്കിനി അത് ആവശ്യമില്ലെങ്കിൽ അത് എന്ത് വന്നാലും നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മൾ ന്യൂ സ്പെയർ മാറാൻ പോവുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ അത് പോയാലും കുഴപ്പമില്ല. നമുക്കത് ക്ലിയറായിട്ട് ഇളക്കി മാറ്റിയാൽ മതി. നമുക്ക് പുതിയത് വയ്ക്കുമ്പം ക്ലിയറായിട്ട് സെറ്റാവണം. അപ്പോൾ പഴയത് പൊട്ടിയത് നമുക്ക് യാതൊരു വിഷയവുമില്ല. അതിൽ നിന്ന് കൂടുതൽ നമ്മൾ എന്താ പറയുക, എന്താ വളരെ സൂക്ഷിച്ചോ അല്ലെങ്കിൽ വളരെ നൈസിനോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ CC ബോർഡ് ഇളക്കി മാറ്റണം. എന്നാലേ ആ സ്ട്രിപ്പ് ഇരുന്നും ആ കണക്ടർ ഇച്ചിരി വീതിയുണ്ട്. അപ്പോൾ ഈ CC ബോർഡ് ഇളക്കി മാറ്റിയാലേ കണക്ടർ ഇളകി വരൂ, ആ ഗ്യാപ്പിലോട്ട് കയറി വരും. അതിനാണ് ഞാൻ CC ബോർഡ് ഇളക്കുന്നത്. ഓക്കെ മച്ചാൻ, ഇനി ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് കയറി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊട്ടിയ ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, വലിച്ചങ്ങ് ഇളക്കുക. വലിച്ചിളക്കാന്ന് വെച്ചാൽ ഹീറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡാമേജ് ആയാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഇളക്കുക. അതേ നമ്മൾ പൊട്ടലൊന്നും ഇല്ലാത്തൊരു ഡിസ്പ്ലേ ഇളക്കുമ്പോൾ വളരെ 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 സൂക്ഷിച്ചാണ് ഇളക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആ ഡിസ്പ്ലേ തന്നെ നമ്മൾ തിരിച്ചൊട്ടിക്കേണ്ട അവസ്ഥ വരും. സോ നമ്മൾ അന്നേരം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ എന്തായാലും ഇളക്കി മാറ്റിയിട്ടുണ്ട്. അടുത്ത് ഫ്രെയിം നല്ലോണം ക്ലീൻ ചെയ്തേക്കണം. ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ഇളകി വന്നപ്പോഴേ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും ചെറുതായിട്ട് അവിടെയൊക്കെ ഉള്ളതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പുതിയ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ പുതിയ ഡിസ്പ്ലേ. ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ക്ലിയറായിട്ട് ചെക്ക് ചെയ്യണം. അത് മസ്റ്റാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ വിടുമ്പോൾ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ ഫ്രെയിമിൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ഉണ്ടോ എന്ന് ആദ്യമേ നോക്കുക. ചില ഡിസ്പ്ലേകൾ നമുക്ക് ഈ എന്താ പറയുക സൂട്ടബിൾ ഡിസ്പ്ലേസ് ഉണ്ടാവും. അത് നമുക്ക് ഫ്രെയിമിൽ ചിലപ്പോൾ ഫ്രെയിമിൽ ഇരുന്നും പുറത്ത് വന്ന് നിൽക്കും. ചിലത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പിൽ ഇൻസൈഡിൽ കയറി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ചില മോഡൽസിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻറ്റ് എന്തായാലും കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യമേ അങ്ങ് ചെക്ക് ചെയ്തേക്കണം. ഫ്രെയിമിൽ കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് ഡിസ്പ്ലേ ചെക്ക് ചെയ്തതിന് ശേഷമേ ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് പോകാവൂ. ഇപ്പോൾ ഇവിടെ ഫ്രെയിമിൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ വീഴുന്നുണ്ട്. അടുത്ത് ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് പിടിച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ടുണ്ട്. അടുത്ത് താഴെയുള്ള CC ബോർഡ് കണക്ഷൻ ഞാൻ കൊടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിലാണ് CC സ്ട്രിപ്പ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ചാർജും കൂടി കുത്തി ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെക്കിങ് കംപ്ലീറ്റ് ആവൂ. അപ്പോൾ ഞാൻ താഴത്തെ ആ സ്ട്രിപ്പും കൂടി ഇടുന്നുണ്ട്. മൊബൈൽ ഓണായി വന്നിട്ടുണ്ട് മച്ചാൻ. ഇനിയിപ്പോൾ നമ്മൾ ടച്ച് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം. ഫുള്ളെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. എവിടെയെങ്കിലും ചെറിയ മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. സോ ചെക്ക് ചെയ്യുമ്പം വളരെ വളരെ സൂക്ഷിച്ചും കെയർഫുള്ളായിട്ടും ക്ലിയറായിട്ടും ചെക്ക് ചെയ്യുക. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ടച്ച് പാഡ് എവിടെയെങ്കിലും ഒരു മിസ്സിങ്, മെസ്സേജൊക്കെ എടുക്കുമ്പോൾ ചില ടച്ച് പാഡിൻ്റെ അകത്ത് ലെറ്റേഴ്സ് എല്ലാം അടിക്കും, ഇടയ്ക്ക് ഏതെങ്കിലും ലെറ്റർ വർക്കാവില്ല. അത് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മച്ചാൻ. എല്ലാ ലെറ്ററും വർക്കാവും, പക്ഷേ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ വർക്കാവില്ല. അങ്ങനെ ഒരു ലെറ്റർ വർക്കായില്ലെങ്കിൽ പിന്നെ അത് ഡിസ്പ്ലേ മാറാനേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. കോംബോ ആണെങ്കിൽ കോംബോ മാറാനേ പറ്റത്തുള്ളൂ. ടച്ച് പാഡ് ആണെങ്കിൽ സെപ്പറേറ്റ് ടച്ച് പാഡ് മാറാമെന്ന് പറയാം. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ പണിയാണ് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് പോവും. അതുകൊണ്ട് വളരെ വളരെ ക്ലിയറായിട്ടും സൂക്ഷിച്ച് ചെക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യുകയാണ്. ഞാൻ കൂടുതലും ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് ഇതുപോലെ കറക്കി ഫുള്ള് നോക്കും. ഇതിലും ഓക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ കൂടുതൽ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ചെക്ക് ചെയ്യാം. മെസ്സേജൊക്കെ എടുത്ത് ടൈപ്പ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ നേരത്ത് സ്ക്രീൻ റൊട്ടേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഞങ്ങൾ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക. ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസ്പ്ലേ ഒട്ടിക്കുക. എനിക്ക് ഈ ഡിസ്പ്ലേയിൽ അധികം കംപ്ലയിൻറ്റ്സ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഒട്ടിച്ച് മാറ്റാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതേ കണ്ടീഷനിൽ ഓൺ കണ്ടീഷനിൽ മൊബൈൽ മാറ്റി വയ്ക്കുക. നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി ഡിസ്പ്ലേ ഓൺ ചെയ്ത് ടച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ലൈറ്റ് ഡിഫറൻ്റ് ആയിട്ട് ചിലതൊക്കെ ഇങ്ങനെ മിന്നി നിൽക്കും. അങ്ങനെ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസ്പ്ലേ ഒട്ടിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ മാറുന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ഓൺ കണ്ടീഷനിൽ ഒരു ചെക്കിങ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് പിന്നെ എടുത്ത് വൺ മോർ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പം ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കും. ലൈറ്റൊക്കെ മിന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിന്നി നിൽക്കും. അപ്പോൾ ഡിസ്പ്ലേ ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ മാറാം. അപ്പോൾ ഞാൻ CC ബോർഡെല്ലാം ഇളക്കി മാറ്റി. മച്ചാനെ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ചാർജിങ്ങിൻ്റെ സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ചാർജ് കുത്തി നോക്കണം. അപ്പോൾ ഞാൻ CC ബോർഡ് ഒന്നും കൂടി കണക്ട് ചെയ്തിട്ട് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. ചാർജർ കണക്റ്റായി കിട്ടിയാൽ മതി. ഇവിടെ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ 1-2% കയറുന്നോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഡിസ്പ്ലേ ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചാർജ് ഒന്ന് കണക്ട് ചെയ്തിട്ട് കയറുന്നുണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കൂടുതൽ ഇഷ്യൂസ് ഒന്നും വരത്തില്ല, വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ചാർജർ കണക്റ്റ് ആയിട്ടുണ്ട് മച്ചാനെ, കറക്റ്റായിട്ട് തന്നെ കണക്റ്റായി. ചിലതിൽ മിസ്സിങ് ഉണ്ടാവും, കാരണം ഡിസ്പ്ലേ വർക്കാവും, പക്ഷേ നമ്മൾ ചാർജർ കുത്തുമ്പോഴേക്കും ചാർജർ കണക്റ്റ് ആവില്ല. അങ്ങനെ ഇഷ്യൂ വരുന്നെങ്കിൽ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. പുതിയ ഡിസ്പ്ലേ മാറാൻ നേരത്ത്, അല്ലാതെയാണെങ്കിൽ CC നമുക്ക് ചെക്ക് ചെയ്യാം. പുതിയ ഡിസ്പ്ലേ മാറുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നെങ്കിൽ ഡിസ്പ്ലേ നമ്മൾ വേറെ വെച്ച് നോക്കണം. അപ്പോൾ ഇവിടെ ഓക്കെ ആണ്. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ട് ഗം വെച്ച് ഒട്ടിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗമ്മ് ഇടുന്നതിന് മുമ്പേ ഞങ്ങൾ ഡിസ്പ്ലേ ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യണോ ഫുള്ള് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുന്നെങ്കിൽ മാറ്റി വെച്ച് ഒന്നും കൂടി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒട്ടിച്ചെടുക്കുക. ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യമായിട്ട് ആ വർക്കുകൾ ഇങ്ങനെ ചെയ്ത് ശീലിക്കുന്ന മച്ചാന്മാരാണെങ്കിൽ കൂടുതലും നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ഒട്ടിക്കുക. ഇല്ലെങ്കിൽ കയ്യിരുന്ന് കാശ് പോകും മച്ചാനെ. ഓക്കെ, ഞാൻ ഡിസ്പ്ലേയിലുള്ള സ്റ്റിക്കർ ഇളക്കാണ്. ഡിസ്പ്ലേയിൽ ആദ്യമേ നമ്മൾ എന്തൊക്കെ ഇളക്കാനുണ്ട്, ഗം സ്റ്റിക്കറൊക്കെ ഉണ്ടാവും, അത് ഏതൊക്കെ ഒട്ടിക്കാനുണ്ട് അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്രെയിം എടുക്കുകയാണ്. ഫ്രെയിം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് മദർ ബോർഡ് ഇളക്കുകയാണ്. മദർ ബോർഡ് ഇളക്കി മാറ്റിയിട്ട് ഡിസ്പ്ലേ വെച്ച് ഒട്ടിക്കാൻ പോവാണ്. കാരണം മദർ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം തറയിൽ വീഴും. അതുകൊണ്ട് ഞാൻ മദർ ബോർഡ് ഇളക്കി മാറ്റുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് വേറെ പിടുത്തമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ക്രൂ എങ്കിലും ഇട്ട് നിർത്തണം. അപ്പോൾ ഞാൻ മദർ ബോർഡ് ഇളക്കി മാറ്റി. ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ഡിസ്പ്ലേ വെച്ച് ഒട്ടിക്കണം. ഈ സെൻസർ ചെറുതായിട്ട് ഇളകി നിൽക്കുക കേട്ടോ. ഇതൊരു സ്ട്രിപ്പാണ്, നോക്കിയാൽ ഒരു ചെറിയൊരു സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്.
കറക്റ്റ് ആ ഒരു എന്താ പറയുക, നമ്മുടെ ഫ്രെയിമിൻ്റെ സൈഡിൽ മുകളിൽ ചെറുതായിട്ടൊന്നിരിക്കുകയാണ്, നീങ്ങിയിരിക്കുകയാണ്. അത് ഇളകി പോരുന്നുണ്ട്. ഇച്ചിരി ഗമ്മ് വയ്ക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ ഒട്ടിച്ച് നോക്കുകയാണ്. നിന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഗമ്മ് വയ്ക്കണമായിരുന്നു. കുഴപ്പമില്ല, നിന്നു, ഗമ്മുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഫ്രെയിമിൽ ഫുള്ളും 4 സൈഡ് ഗമ്മ് വയ്ക്കുകയാണ്. 4 സൈഡിലാണ് ഗമ്മ് വയ്ക്കുന്നത്, നടുക്ക് കൊണ്ടുപോയി വയ്ക്കരുത്. ഞാൻ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡിസ്പ്ലേ ഇളക്കിയപ്പോൾ നടുക്ക് അതും മറ്റേ ഫെവിക്വിക്ക് വെച്ചാണ് ഒട്ടിച്ചിരുന്നത്. നടുക്ക് ഫുള്ള് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഡോട്ടായി ഡിസ്പ്ലേയുടെ അടിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കി എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഡിസ്പ്ലേ പടപടാ ചന്ന പിന്നെ പൊട്ടിപ്പോയി. ഈ ഫെവിക്വിക്ക് എന്ന് പറഞ്ഞ സാധനം ഒന്നും പറയാനില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കല്ലാണ്, പാറക്കല്ല്. അപ്പോൾ അതിൻ്റെ പുറത്ത് കൊണ്ടുപോയി ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, ഫുള്ളും ചിമ്മി ചന്ന ഭിന്നമായിപ്പോയി. അതുകൊണ്ട് ഇത് ഫെവിക്വിക്കൊന്നും യൂസ് ചെയ്യില്ല മച്ചാനെ. മൊബൈലിൽ യൂസ് ചെയ്യേണ്ട സാധനമല്ല അത്. പലരും അറിയാണ്ട് ചെയ്യുകയാണോ അതോ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണോ എന്ന് അറിയാൻ വയ്യ. ഇനിയിപ്പോൾ ഡിസ്പ്ലേ വല്ല ഇളകി നിൽപ്പുണ്ട് അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് കയറി ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുകയാണോ എന്നറിയില്ല. പക്ഷേ എന്തുണ്ടെങ്കിലും ഫെവിക്വിക്ക് യൂസ് ചെയ്യരുത്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 സൈഡിലും ഗമ്മ് വയ്ക്കുന്നുണ്ട്. 4 സൈഡിൽ മാത്രം, അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, 4 സൈഡിൽ മാത്രം വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോകാണ്. ഡിസ്പ്ലേ ഒട്ടിക്കുമ്പം വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഇച്ചിരി ഫ്രെയിമിൽ നിന്ന് മുകളിലോട്ട് ഡിസ്പ്ലേ നിർത്തിക്കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് താപ്പോട്ട് നിൽക്കുക. കണ്ടോ, കറക്റ്റ് സീറ്റിംഗ് ആവും മച്ചാനെ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആവും. നിങ്ങളാരെങ്കിലും ഇതുപോലെയാണ് ഡിസ്പ്ലേ സീറ്റ് ചെയ്യുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാന്മാരെ. ഡിസ്പ്ലേ ഒട്ടിക്കുന്നവർ നിങ്ങൾ ഇതുപോലെ അല്ല ഇതിന് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ചെയ്ത് നോക്കും മച്ചാനെ, കറക്റ്റ് സീറ്റിംഗ് ആവും. ഇപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാൻ പോവുകയാണ്. റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഓവർ ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇടരുത്. 2 കറക്ക്, ഇച്ചിരി വലിയ റബ്ബറാണ്, ഇപ്പോൾ ഞാൻ ഇടുന്ന പോലെ ആണെങ്കിൽ 2 കറക്ക് കറക്കിയാൽ മതി. പിന്നെ അതിൽ നിങ്ങൾ 4 5 റബ്ബർ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓവർ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കറക്കി കറക്കി ഓവറായിട്ട് ടൈറ്റ് ചെയ്തിടരുത്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ടച്ച് ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ഇട്ടിട്ടുണ്ട്, ക്രോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3, അതായത് ക്രോസ് 3 എണ്ണം ഇട്ടിട്ടുണ്ട്, അതുപോലെ സ്ട്രെയിറ്റ് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ 4 5 എണ്ണം വേണമെങ്കിൽ ഇടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഓവർ ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു, അവിടെ നിന്ന് ഉണങ്ങട്ടെ. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതാണ്ടേ ക്യാമറ ഗ്ലാസ് മാറാൻ പോവാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് പൊട്ടിയിരിക്കുന്നത്. ക്യാമറ ഗ്ലാസ് നമ്മൾ ആൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് ഈ ക്യാമറ ഗ്ലാസ് ഇളക്കി മാറ്റണം. ഗം റിമൂവർ ഇവിടെ ഉപയോഗിക്കാം, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇളക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് മാക്സിമം ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഹീറ്റ് കൊടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ട്യൂസർ വെച്ചിട്ട് ഞാൻ ഫുള്ള് തിക്കി ഇളക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു, പൊട്ടിയ സാധനം നമുക്ക് വേണ്ടാത്ത സാധനമാണെങ്കിൽ അത് എന്ത് വന്നാലും പൊടിഞ്ഞു പോയാലും നശിച്ചു പോയാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ക്ലിയറായിട്ട് ഇളക്കി മാറ്റണം, അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അതേ ഒരു പൊട്ടാത്ത സാധനം നമുക്ക് പിന്നീടും ആ സാധനം തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ഇളക്കണം. ഇവിടെ നമുക്കിത് വേണ്ട, ഇതിനിപ്പോൾ ചന്നാ ഭിന്നം ആയാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് വലിച്ചും കുത്തി ഇളക്കുക, അത്ര തന്നെ. ഇതിൻ്റെ അകത്ത് അല്ലെങ്കിലും വേറെ ഒന്നും ഡാമേജ് വരാൻ സ്ഥലവുമില്ല, ഒന്നും ആവാൻ പോകുന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പൊടിഞ്ഞ് വരികയാണ്, ഫുള്ളും പൊടിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തു. ക്യാമറ ഗ്ലാസിൻ്റെ ഭാഗമെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്യാമറ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറുണ്ട്, പക്ഷേ അത്ര കൊള്ളത്തില്ല. അതാണ്ട് ഇതാണ് ക്യാമറ ഗ്ലാസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗം സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് കൊള്ളൂല. സോ ഞാൻ ഗം വെച്ചാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഗ്ലാസിൻ്റെ ഒരു സൈഡിൽ, അതായത് നമ്മൾ ഇൻസൈഡ് ഒട്ടിക്കാൻ പോകുന്ന ഭാഗത്തുള്ള കവർ ഇളക്കി മാറ്റുകയാണ്. നമ്മളിത് ഒട്ടിക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, രണ്ട് സൈഡിലും കവറുണ്ടാവും. അപ്പം ഫ്രണ്ട് സൈഡ് ഏതാണ് ബാക്ക് സൈഡ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. സോ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതിന് ശേഷം ഒട്ടിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഗമ്മ് വയ്ക്കാൻ പോവാണ്. ഗമ്മെന്ന് പറയുമ്പം നമുക്ക് ഇപ്പോൾ ഞാൻ ടച്ചിന് ഉപയോഗിക്കുന്ന ഗമ്മ് തന്നെയാണ് ഇവിടെ വയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കല്ലാതെ വേറൊരു ഗമ്മുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഒന്ന് കാണിക്കാം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇല്ല, വെള്ളം പോലെ ഇരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പിടുത്തം കൂടുതലാണ്, പക്ഷേ തിരിച്ചിളക്കാൻ ഭയങ്കര പാടാണ് വെച്ചാൽ. ഒരു രക്ഷയില്ല. പൊടിഞ്ഞെന്നല്ല, പൊടിഞ്ഞാലും വരത്തില്ല. നമ്മുടെ ഈ എന്താ പറയുക, ഈ ഫെവിക്വിക്ക് ആ ഒരു മെത്തേഡിൽ പെട്ടതാണ്. അത് കൂടുതലും യൂസ് ചെയ്യുന്നില്ല. മുമ്പ് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു, പക്ഷേ ഒരുപാട് സ്ഥലത്ത് അത് നമുക്കൊരു പ്രോബ്ലമായിട്ട് മാറി. അതുകൊണ്ട് ആ ഗമ്മ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതാകുമ്പോൾ നമുക്ക് ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് പൊക്കി കഴിഞ്ഞാൽ ഇളകി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗമ്മ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ഒട്ടിക്കുകയാണ്. ജസ്റ്റ് മേളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ആ ഒരു ഗ്യാപ്പിൽ ഇരുത്തുക, അത്രയേ ഉള്ളൂ. എന്നിട്ടെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഉണങ്ങിക്കോളും. ഒരു 10 മിനിറ്റ് ഉണങ്ങിക്കോളും അപ്പോഴേക്കും. അപ്പോൾ ഈ ഗ്ലാസ് ഇവിടെ നിന്ന് ഉണങ്ങട്ട് നമ്മൾ മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ബോർഡെല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പേ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണ്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, അവിടെ പൊടി പറ്റിയായിരുന്നു. അവിടുത്തെ ആ ഒരു ഗ്ലാസ്സാണ് അധികം പൊട്ടിയിരുന്നത്. അപ്പോൾ അത് ആൾറെഡി ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. മദർ ബോർഡ് സെറ്റ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. മദർ ബോർഡിലേക്ക് എന്തെങ്കിലും സ്ട്രിപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കണക്ഷൻസ് നമ്മൾ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ മെനക്കേടാണ്, നമുക്ക് തിരിച്ച് ഇളക്കണം. ഒന്നേന്ന് പിന്നെ എല്ലാ പണിയും ചെയ്യണം. അതുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം കറക്റ്റ് പിടിച്ചിടുക.
അപ്പോൾ എല്ലാ സ്ട്രിപ്പും പിടിച്ചിട്ടിട്ടുണ്ട്. സ്ട്രിപ്പുകൾ പിടിച്ചിടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചിലർ സ്ട്രിപ്പ് പിടിച്ചിടും ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റായിട്ട് വീഴത്തില്ല. എന്നിട്ട് സെറ്റ് ചെയ്ത് കളയും. പിന്നെ ഓൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പം ഡിസ്പ്ലേ വരത്തില്ല. വൈബ്രേഷൻ വരും, ഡിസ്പ്ലേ കാണിക്കത്തില്ല. അപ്പോൾ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ഈ രണ്ട് സൈഡും രണ്ട് മൂലയും കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് നമ്മളങ്ങ് വിടും. പക്ഷേ അത് ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റായിട്ട് വീഴുന്നത് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഒന്നേന്ന് പിന്നീട് സെറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ കാണിച്ചാൽ പിന്നെ ഒന്നേന്ന് ഇളക്കിയിട്ട് നമ്മളത് ചെക്ക് ചെയ്യാൻ നിൽക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ടെൻഷൻ വരെ ഉണ്ടാവും നമുക്ക്. സോ ഇടുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം ഇടുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നോക്കി ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വീണിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനിൽ നിന്ന് നമുക്ക് പുറത്ത് വരാം. അപ്പോൾ എല്ലാ സ്ക്രൂ ഇട്ട് കഴിഞ്ഞ് മച്ചാനെ ഇനിയിപ്പോൾ ബാക്ക് പാനലും കൂടി സെറ്റ് ചെയ്താൽ മതി. ബാക്ക് പാനൽ പിടിച്ചിടുന്നതാണ് മച്ചാനെ ഒരു സുഖം. അതിങ്ങനെ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ പിടിച്ച് ടക്ക് ടക്ക് ഇടുന്ന ഒരു രസമാണത്. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഇങ്ങനെ പൂവിൽ തൊടുന്ന പോലെ ഇങ്ങനെ നൈസിന് അതായത് തൊട്ടും തൊടാത്ത രീതിയിൽ ഇപ്പുറത്തെ സൈഡ് ഡിസ്പ്ലേ സൈഡ്, അതേ സമയത്ത് നല്ല പ്രസ്സിങ് ബാക്ക് പാനൽ സൈഡും. അതൊരു രസമാണ്. അത് പിടിച്ചിടുന്നവർക്ക് അത് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫീൽ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ബാക്ക് പാനൽ ഇട്ടിട്ടുണ്ട് വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ സിം ട്രേയിൽ സിം ഇട്ടിട്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി വെച്ചപ്പം അതിന് ശേഷമുള്ളത് കാണിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടി. റബ്ബർ ബാൻഡൊക്കെ മാറ്റി ചെക്ക് ചെയ്താണ് നമ്മുടെ കയ്യിൽ വന്നത്. സോ അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലും ഉണങ്ങുന്നതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. സോ അത് വലിയ കാര്യമില്ലായിരുന്നു. അത് ഇതിൽ ഇടയ്ക്ക് കാണിച്ചില്ലല്ലോ മച്ചാനെന്ന് ചിലർ കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ മച്ചാനെ, അപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഫൈനൽ ചെക്കിംഗ് ആണ്. ലാസ്റ്റായിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കാം. കസ്റ്റമർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ഓണായി വരുന്നുണ്ട്. സാംസങ് ഏത് മൊബൈൽ എടുത്താലും ആ ഒരു ബൂട്ടിങ് ടൈം മറ്റുള്ള മൊബൈൽ വെച്ച് നോക്കുമ്പം ഇച്ചിരി സ്ലോ ആണ് മച്ചാനെ. അത് എല്ലാ മൊബൈൽസും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവരെ ഹെവി സീരീസ് ആയാലും ബൂട്ടിങ് ടൈം എന്ന് പറയുന്നത് ഇവർക്ക് ഇച്ചിരി അധികം എടുക്കുന്നുണ്ട് മറ്റുള്ള മൊബൈൽസ് വെച്ച് നോക്കുമ്പോൾ. എന്തായാലും ഓണായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ടൊന്ന് ലാസ്റ്റായിട്ട്
ടച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേയിൽ ചിലർക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ മിന്നുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അത് കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരത്തില്ല മച്ചാനെ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അത് ഒട്ടിക്കുമ്പോൾ അതുപോലെ തന്നെ ഓവർ പ്രസ്സിങ് അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ലൈറ്റ് ചിലപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കിടന്ന് മിന്നും. ഡിസ്പ്ലേ കിടന്ന് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അതായത് ഈ LED ലൈറ്റ് കത്തുന്ന പോലെ ഇങ്ങനെ 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 മിന്നി 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 നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കുറേ പേർക്ക് വന്നിട്ടുണ്ട്. എനിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ഏറ്റവും ലോ ഡിസ്പ്ലേ ഒക്കെയാണ് ആ സമയത്ത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കിടന്ന് ഇങ്ങനെ മങ്ങി മങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ വരാറുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല മച്ചാനെ. ഇപ്പോൾ വരുന്നെങ്കിൽ അത് നമ്മുടെ കയ്യിലുള്ളതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഓവർ ടൈറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് ആ ഒരു മിന്നക്കം വരുന്നത്. അല്ലാതെ ഒരു കുഴപ്പമില്ല. എപ്പോഴും ഡിസ്പ്ലേ ഒക്കെ നല്ല ഡിസ്പ്ലേകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല മച്ചാനെ. ടച്ചൊക്കെ പക്ക വർക്കിംഗ് ആണ്. ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഡിസ്പ്ലേയിൽ മിന്നക്കവോ ഒന്നുമില്ല, ഒരു ചലനവും ഇല്ല. ക്ലിയർ ആയിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേയും കൂടിയാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നിങ്ങൾ മാറാൻ നേരത്ത് നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേ ക്ലിയർ ആണോ എന്ന് നോക്കുക ഫസ്റ്റ്. അതുപോലെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ പക്ക ആയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്ന് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒട്ടിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഓവർ പ്രസ്സിങ്ങോ ഓവർ ടൈറ്റോ ഒന്നും ഉണ്ടാവാതെ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേ ഒരു കംപ്ലയിൻറ്റും വരാൻ ചാൻസ് ഇല്ല മച്ചാനെ. ഇതിപ്പോൾ നമ്മുടെ ബാക്ക് ഗ്ലാസ് ആണ്ട് ക്യാമറ ഗ്ലാസ്സൊക്കെ മാറിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. സ്റ്റിക്കറൊക്കെ ഇളക്കി പക്ക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ല മച്ചാൻ. ബൈ.